അപ്പോ രുദ്രേട്ടൻ അവനെ ഇഷ്ടമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. അപ്പ പറഞ്ഞ പോലെ കുട്ടികളാണ്, ചിലപ്പോൾ മനസ്സ് മാറും, അതുകൊണ്ട് കാത്തിരിക്കാന്ന് കരുതി. പക്ഷെ പിറ്റേന്ന് ആദ്യം വന്നില്ല. അന്ന് അവനെ അന്വേഷിച്ച് ഞങ്ങൾ മൽമാൻഷിലേക്ക് ചെന്നു. നിങ്ങൾ കുട്ടികളാരും ഇല്ലായിരുന്നു, നിന്റെ അപ്പച്ചിയും. ബാക്കിയുള്ളവരെല്ലാം പരിചയപ്പെട്ടു. ഞാൻ വെറുത്തുപോയെന്ന് കരുതി വേദനിച്ച് ലീവ് എടുത്തിരിക്കുന്നവനെ ഞങ്ങൾ 3 പേരും ചെന്ന് കണ്ട് ചേർത്ത് പിടിച്ചു. ആദിയുടെ സങ്കടം മാറി. പക്ഷേ ഏട്ടനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. അവനായിട്ടൊന്നും പറഞ്ഞുമില്ല. പിന്നെ മാധവനന്ന് പോരുന്നതിന് മുമ്പ് ഞങ്ങൾ ചെന്ന് കണ്ടു. ഇനി ആദ്യം ഉപദ്രവിച്ച അപ്പയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. അയാൾ ശരിക്കും വരണ്ടു. അത്രയും കാലം കെട്ടിപ്പൊക്കിയ നല്ലവനെന്ന പേരിന് കോട്ടം വരരുതല്ലോ. അങ്ങനെ അയാൾ വെറുതെ വിടരുതായിരുന്നു ആദി, അജു അമർഷത്തോടെ പറഞ്ഞു. അറിയാം, പക്ഷെ അന്നേരം അയാൾ പിടിച്ച ആദിയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ആദിയുടെ ഐഡന്റിറ്റി അയാൾ എല്ലാവർക്കും മുന്നിൽ എക്സ്പോസ് ചെയ്യും. അവന്റെ സമ്മതത്തോടെ ആയിരുന്നു എല്ലാം എന്ന് പറഞ്ഞാൽ, അവൻ നിർബന്ധിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താവും? അതുകൊണ്ട് മാത്രം ആ പന്ന മോനെ വെറുതെ വിട്ടത്. ഇത്തവണ അജുവിനുള്ള മറുപടി കൊടുത്ത അൻഷാണ്. പിന്നെ അജുവിനൊന്നും പറയാനില്ലായിരുന്നു. എല്ലാം അറിഞ്ഞാൽ സീതാമ്മ പോലും അവന്റെ കൂടെ നിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അയാളെന്ന് വെറുതെ ഇടാൻ പാടില്ലായിരുന്നു. ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ അന്നേനെ തീർക്കണമായിരുന്നു. അന്നേ അത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ അമ്മമാരും അപ്പയും ജീവനോട് ഉണ്ടായതിനെ അജു. 4 നിരപരാധികളുടെ ജീവനെടുത്ത് എന്റെ അച്ഛൻ ഒരിക്കലും ജയിലിൽ മരണം കാത്ത് കിടക്കില്ലായിരുന്നു. ജീവനെ പോലെ ഞങ്ങൾ കൊണ്ടുവരുന്ന ഇവൾക്ക് ഒരിക്കലും അനാഥയായിട്ട് സ്വന്തം കുടുംബം നശിപ്പിക്കാൻ കൂട്ടുന്ന ആളെ അപ്പ എന്ന് വിളിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. വല്ലാത്ത പകയോടെ മുരളുന്ന പോലെ സൂര്യൻ പറഞ്ഞു നിർത്തുമ്പോൾ ആ പറയുന്നതിൽ പലതിന്റെയും അർത്ഥം മനസ്സിലാവാതെ അജു അപ്പു അവനെ നോക്കിയിരുന്നു പോയി. നീ എന്താ ആദ്യം പറയുന്നത്? എനിക്കൊന്നും. അന്ന് ആദ്യം സംഭവിച്ച വെറും ഒരു ആക്സിഡന്റ് അല്ല അജു. നിങ്ങളൊന്നും കരുതുന്ന പോലെ ആദ്യം ടെറസിൽ നിന്ന് കാല് തെറ്റി വീണതുമല്ല. പിന്നെ ചോദിക്കുമ്പോൾ അജുവിന്റെ നെഞ്ചിരിപ്പ് ഉയർന്നുപോയി. ഇറ്റ്സ് മർഡർ. വാട്ട്? വിശ്വസിക്കാനാവാതെ അജുവിന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദ്യം കൊല്ലാനോ? ആര്? എന്തിന്? അതിന് മാത്രം എന്ത് പകയാണ് അവനോട്? അന്ന് അവന് വെറും 15 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഞെട്ടൽ മാറി ചോദിക്കുമ്പോൾ അജുവിന്റെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. ഈ പ്രായത്തിൽ ആര്യനെ കൊല്ലാൻ നോക്കിയതും മകൾ ഫാമിലിയുള്ളവർ തന്നെയല്ലേ അജു? അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അതിശയോക്തി വേണ്ട. സ്വന്തം ചോരയാലും ഇല്ലാതാക്കാൻ അവിടെയുള്ളവരുടെ കൈവറക്കില്ല. പുച്ഛത്തോടെയും അമർഷത്തോടെയുമുള്ള സൂര്യന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ അജുവിന്റെ മുഖം കുനിഞ്ഞു. ശരിയാണ്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആര്യനെ കൊല്ലാൻ നോക്കിയവരാണ്. അതിശയം തോന്നേണ്ട കാര്യമില്ല. എന്നാലും ആദ്യം എന്തിനാണ് അവര്? ദുരഭിമാനം. സ്വന്തം മകൻ സ്വർഗാനുരാഗിയാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മയെന്ന സ്ത്രീയുടെ കുടുംബമഹിമ കാക്കൽ. സൂര്യൻ പുച്ഛത്തോടെ പറഞ്ഞിരുത്തിയതും ഭാരമുള്ള എന്തുകൊണ്ട് തലക്കടിയിട്ടിയതുപോലെ നിന്നുപോയവൻ അപ്പവും വിശ്വാസം വരാതെ നോക്കുന്നുണ്ട്. സീതാമ്മ അമ്മയാണ് ആദ്യേട്ടാ. അവരങ്ങനെ വിളിക്കരുത് അപ്പു. ആ സ്ഥാനത്തിനൊരിക്കലും അവരർഹയല്ല. സൂര്യന്റെ ശബ്ദം കടുത്തു. ആദി, അവനെന്താ പറ്റിയേ? തലക്കൈ കൊടുത്തിരുന്നുണ്ട് അജു പതിയെ ചോദിച്ചു. ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അവന്. കൂടെ കളിച്ചു വളർന്നവന്റെ മരണമാണ് കൊലപാതകമാണെന്ന് പറയുന്നത്. അത് ഇന്നും അമ്മയെക്കാളും അപ്പച്ചിയേക്കാളും ഒക്കെ തങ്ങളെ സ്നേഹിക്കുന്ന വല്യമ്മ തന്നെയാണ് സ്വന്തം മോനെ. അവന്റെ മനസ്സിടിഞ്ഞു. ഞങ്ങളൊന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടെന്നും മാധവൻ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല. 10th ഏകദേശമൊക്കെ പകുതിയായപ്പോഴാണ് അപ്പയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഡൽഹിക്ക് പോസ്റ്റിംഗ് ആവുന്നത്. അപ്പയുടെ കൂടെ തന്നെ ഇവരും ഡൽഹിക്ക് പോയി. എന്നെ 10th എക്സാം കഴിയുമ്പോഴേക്കും അച്ഛനൊരു ജോലി അവിടെ തന്നെ ശരിയാക്കി ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു അപ്പയുടെ തീരുമാനം. സൂര്യന്റെ കൈകൾ വല്ലാത്തൊരു മുറുക്കത്തോട് അപ്പുവിനെ ചേർത്ത് പിടിച്ചു. എല്ലാവരും പോയപ്പോ എന്റെ ഈ കിളികുഞ്ഞിനെയും കൊണ്ടുപോയി. എന്റെ ചൂടൊന്ന് കിട്ടുമ്പോഴേക്കും വഴക്കൊന്നുമില്ലാതെ പതുങ്ങി കിടന്നവളാ. അന്ന് എനിക്കുള്ളതാണെന്ന് പറഞ്ഞു വെച്ചവൾ. എന്റെ ജീവൻ പറിച്ചെടുക്കും പോലെയാ നിന്നെ അന്ന് കൊണ്ടുപോയേ. സൂര്യയുടെ നോട്ടം മീരയിൽ മാത്രമായി. അവസാനമായിട്ട് കണ്ടത് അന്നാ. അവൾക്കടുത്ത് ഏസിലാൻ കൊതിയോടെ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നിട്ടത്. ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു വീണ്ടും തമ്മിൽ കാണാൻ. എന്നിട്ടും തിരിച്ചറിയാം, പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. അൻഷുരുദ്രനും ഗൗരിയും സൂര്യനെ വേദനയോടെ നോക്കി. അപ്പു കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. എത്രയൊക്കെ അവനെ ഇറുകെ പുണരാമോ അത്രയും ശക്തിയിൽ അവനെ മുറുകെ പിടിച്ചു. വർഷങ്ങൾ ഇത്രയും ഈ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയത് തനിക്കാണ്. ദൈവം ക്രൂരമായി ശിക്ഷിച്ചു കളഞ്ഞത് തന്നെയാണ്. അവളുടെ ഹൃദയം തേങ്ങി. അന്ന് ഞങ്ങൾ പോയത് ആദ്യമല്ലാതെ തകർത്തിളഞ്ഞു. സൂര്യ കൂടെ ഉണ്ടെങ്കിലും അധികം വൈകാതെ അവനും പോകുന്നവർക്ക് പഴയ ആദിയുടെ ശരീരങ്ങളെല്ലാം എങ്ങോട്ടോ പോയി മറഞ്ഞു. സൂര്യനെയും അപ്പുവിനെയും നോക്കി ബാക്കി പറഞ്ഞു തുടങ്ങിയത് അൻഷാണ്. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി. ആദിയുടെ ആ മാറ്റം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, പ്രത്യേകിച്ച് അവന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലായി. അവരുടെ ആകുലത എല്ലാവരോടും പങ്കുവെച്ചപ്പോൾ ഒരു കൗൺസിലിംഗ് കൊടുക്കാം, അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ആശയം നിങ്ങളുടെ അപ്പച്ചി മുന്നോട്ട് വെച്ചു. അത് കേട്ടത് ഞെട്ടിയത് മാധവനാണ്.
ആദ്യ സത്യം തുറന്നു പറഞ്ഞാൽ അയാൾ അവനെ അബ്യൂസ് ചെയ്ത് എല്ലാവരും അറിയും. അതൊഴിവാക്കാൻ വേണ്ടി സീതാലക്ഷ്മിയോട് ആദ്യം ഒരു ഗയാണെന്ന കാര്യവും അവനൊരു പ്രണയമുണ്ടെന്ന കാര്യവും തുറന്നു പറഞ്ഞു. എല്ലാം അറിഞ്ഞതും പണത്തിനും അഭിമാനത്തിനും അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന മകൾ ഫാമിലിയിലെ മൂത്ത മരുമകൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനുമുമ്പ് അവർക്ക് അറിയേണ്ടത് ആദിയുടെ പ്രണയം ആരാണെന്നായിരുന്നു. എപ്പോഴും ഒന്നിച്ചടക്കുന്നതും പഠിക്കുന്ന സൂര്യനായതുകൊണ്ട് അവനായിരിക്കുന്നവർ തെറ്റിദ്ധരിച്ചു. അന്ന് വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സൂര്യനെ ഒരു ആക്സിഡന്റ് രൂപത്തിൽ ഇല്ലാതെയാക്കാൻ കൊട്ടേഷൻ കൊടുത്തതിന് ശേഷമാണ് അന്ന് ടെറസിൽ വെച്ച് ആദിയോട് അവർ സ്നേഹം നടിച്ചെല്ലാം ചോദിച്ചറിയുന്നത്. അവൻ പറഞ്ഞതിൽ നിന്നും സൂര്യനല്ല രുദ്രനാണ് ആദ്യം സ്നേഹിക്കുന്ന ആളെന്ന് അറിയുമ്പോഴേക്കും സൂര്യന് ആക്സിഡന്റ് ആയി കഴിഞ്ഞിരുന്നു. ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയെ കൊല്ലേണ്ടി വന്നല്ലോ എന്ന ദേഷ്യത്തിലും സങ്കടത്തിലും പകയിലും അവൻ ആദ്യം പിടിച്ച് താഴേക്ക് തള്ളി.